ഉയരത്തിൽ പുതുതായി ഉണ്ടാക്കിയ 2 ക്ലാസ് മുറികളിൽ ഒന്നിലാണ് 10ാം ക്ലാസ് ബി. പുസ്തകം വെച്ചു പാറക്കുട്ടി നടന്നു വരുന്നത് കാണാം. ഹരിദാസനില്ലാത്ത ഒരു ദിവസം ഗേൾസ് റൂമിന്റെ മുമ്പിലൂടെ നടന്നു പോയപ്പോൾ വിളി കേട്ടു. സേതു. പാറക്കുട്ടി തന്നെ. മുമ്പൊരിക്കലും തോന്നാത്ത ഒരാഹ്ലാദമുണ്ടായപ്പോൾ. ഫിസിക്സിന്റെ നോട്ട് എനിക്കൊന്ന് വേണം. ക്ലാസ്സിൽ വെച്ച് പാറക്കുട്ടിയെ ഇടയ്ക്ക് ധൈര്യത്തോടെ നോക്കും. എന്റെയും സ്കൂൾ ജീവിതമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്കുമുണ്ടായിരുന്നു ഒരു പാറക്കുട്ടിയെപ്പോലെ സുന്ദരിയായ ഒരു പെണ്ണ്. അന്നവൻ 5ാം ക്ലാസ്സിലേക്കാണ് എൻ്റെ സ്കൂളിലേക്ക് വരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും പ്രത്യേക ക്ലാസ്സുകളിലാണ്. ഇന്നത്തെ പോലെ ആൺകുട്ടികളും പെൺകുട്ടികളൊന്നും സംസാരിക്കാറില്ല. അവളുടെ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പാടുന്നത് അവളാണ്. ഞാനും എൻ്റെ ക്ലാസ്സിൽ നിന്ന് മത്സരിക്കാനുണ്ടാവും. സ്കൂൾ തല മത്സരങ്ങൾ നടക്കുമ്പോഴൊന്നും സംസാരിക്കാറില്ല. സ്കൂൾ മത്സരം കഴിഞ്ഞ് സബ് ജില്ലാ കലോത്സവങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അവളുമായി ഞാൻ സംസാരിച്ചു. ആ സംസാരം സൗഹൃദമായി, പിന്നെ അതൊരു പ്രണയമായി. ഞാൻ എൻ്റെ പ്രണയം അവളോട് തുറന്നു പറഞ്ഞു. പക്ഷേ അവളൊന്നും പറയാതെ പലപ്പോഴും ഒഴിഞ്ഞു മാറി. SLC ബുക്കിലേക്ക് ഒട്ടിക്കുന്നതിന് വേണ്ടി പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുവരണമെന്ന് അധ്യാപകർ ഞങ്ങളോട് പറഞ്ഞത്. അവളോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ഫോട്ടോ തരുമോ എന്ന് ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. ഞാൻ ഒത്തിരി നിർബന്ധിച്ചപ്പോൾ തരാമെന്ന് പറഞ്ഞു. ആരും കാണാതെ ഒരു ഫോട്ടോ എനിക്ക് എറിഞ്ഞു തന്നു. ആ ഫോട്ടോ ഇന്ന് ഞാൻ നിധി പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ആ ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിലൊരു വിങ്ങലായി നിൽക്കുന്നു. കാലം ഒത്തിരിയായില്ലേ. ഈ ഫോട്ടോയും മങ്ങി തുടങ്ങി. അവളുടെ മുഖം ഇന്ന് കാണാൻ കഴിയാത്ത രൂപത്തിലായി. എങ്കിലും എൻ്റെ മനസ്സിൽ അവൾ എന്നും ജീവിക്കുന്നു. എനിക്കത് മതി. നമ്മുടെ പഴയ ഫോട്ടോകൾ, മങ്ങിപ്പോയതും ഷാർപ്പില്ലാത്തതുമായ ഫോട്ടോകൾ HD ക്വാളിറ്റിയോടെ ഏത് സൈസിലും പ്രിന്റ് ചെയ്ത് ഫ്രെയിമാക്കി കൊടുക്കുന്നു. അപ്പൂസ് ഡിജിറ്റൽ സ്റ്റുഡിയോ കുട്ടിച്ചൽ. ഹലോ, കുട്ടിച്ചൽ അപ്പൂസ് സ്റ്റുഡിയോ അല്ലേ? രക്ഷയില്ലാത്തത് കേട്ടാ. ഞാൻ വിചാരിച്ച് ഏതോ ടെലിഫിലിമിൻ്റെ ഇതാണെന്ന്.
ഇത് ആദ്യമേ പറഞ്ഞ് ഞാൻ ഇതിന്റെ ബാക്കി കാര്യം കൂടി ചെയ്തു തരാം. എയിൽ നമുക്കിപ്പോ അടിപൊളി പടം ഇറക്കാൻ പറ്റും. സത്യം സൂപ്പർ ആയിട്ടാ. മണി രാത്രി 12:40 ഞാൻ ഒരു വർക്ക് ചെയ്തിട്ട് കിടക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇത് കണ്ടത്. ഷെഡിൽ വയ്ക്കും, നാളെ വിളിക്കാം.